പ്രതിരോധ വ്യവസായം ലോകമെമ്പാടും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും സുപ്രധാന നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യ കൂടുതൽ മുന്നേറണമെന്ന് പ്രതിരോധ സെക്രട്ടറി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നിലവിലുള്ള ഭൗമരാഷ്ട്രീയ സംഘടനകൾ കാരണം ലോകമെമ്പാടുമുള്ള പ്രതിരോധ വ്യവസായ ശേഷി പ്രതിസന്ധി നേരിടുന്നുണ്ടെന്ന് വാദിച്ച പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമന ശക്തമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞുവെക്കുന്നത്. ഇന്ത്യൻ കപ്പൽ നിർമ്മാതാക്കൾ രാജ്യത്തിന്റെയും സൗഹൃദ രാജ്യങ്ങളുടെയും സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷി വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം കൂടാതെ പുതിയ സാങ്കേതിക വിദ്യകൾ, ചെങ്കടലിലും ഗൾഫിലും നടക്കുന്ന പ്രതിസന്ധികൾ എന്നിവ കാരണം രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഏറി വരികയാണ്. പ്രതിരോധത്തിനായുള്ള സജ്ജീകരണങ്ങളുടെ ആവശ്യകതയും നാൾക്കുനാൾ ഏറി വരികയാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ലോകമെമ്പാടും കത്തിപ്പടരുന്ന രണ്ട് യുദ്ധങ്ങളിൽ സ്വയം സുരക്ഷയ്ക്കും അതുപോലെ തന്നെ പരസഹായത്തിനും സാധന സാമഗ്രികൾ കെട്ടിപ്പടുക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. സൗഹൃദ രാജ്യങ്ങളുടെയും സ്വന്തം രാജ്യത്തിന്റെയും സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇൻഡോ പസഫിക്കിൽ ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിരോധ മേഖലയിലെ വിതരണ തടസ്സങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതിരോധ വ്യവസായത്തെ നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾക്കും രാജ്യത്തിനകത്തെ സ്വകാര്യ മേഖലയ്ക്കും തുറന്നു കൊടുക്കുന്നതും കപ്പൽ നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നതുമടക്കം നിരവധി സംരംഭങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സ്വന്തം കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ആരംഭിക്കാനും രാജ്യത്തിന് സംഭാവന നൽകാനും വളരെയധികം ഉത്സാഹമുള്ള അക്കാദമിക് സ്ഥാപനങ്ങളുമായും യുവ ഇന്നോവേറ്റർമാരുമായിട്ടും ഇടപഴകുന്നില്ല എങ്കിൽ ഇന്നോവേഷനിലൂടെയുള്ള ആഭ്യന്തര പരിഹാരങ്ങൾ വരുന്നത് ബുദ്ധിമുട്ടാണ്. MDL പോലുള്ള സ്ഥാപിത കമ്പനികൾക്ക് ഇതൊരു വെല്ലുവിളിയുമാണ്. കൂടാതെ രാജ്യത്തിന് ആവശ്യമായ പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യ എല്ലായ്പ്പോഴും മുൻതലമുറ സാങ്കേതിക വിദ്യ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടതില്ല എന്നും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. മുൻകൂട്ടി ചിന്തിക്കുവാനുള്ള ശേഷിയും കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഊർജിതമായി പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. അതാണ് ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച 1 ലക്ഷം കോടിയുടെ ഗവേഷണ ഫണ്ടിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം പ്രതിരോധ വ്യവസായികൾക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. കപ്പൽ നിർമ്മാണ മേഖലയിലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ MDL-നും മറ്റ് സഹോദര കമ്പനികൾക്കും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സുവർണാവസരമാണിത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2024-25 വർഷത്തോടെ പ്രതിരോധ കയറ്റുമതി 35,000 കോടി രൂപയടക്കം 1,70,50,000 കോടി രൂപയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപാദനം കൈവരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് രേഖപ്പെടുത്തി 21,083 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 15,920 കോടി രൂപയായിരുന്നപ്പോൾ 32.5% വളർച്ചയോടെ 2013-14 അപേക്ഷിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതിരോധ കയറ്റുമതി 31 മടങ്ങ് വർദ്ധിച്ചതായിട്ട് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയുടെ പുരോഗതിക്കും നിർണായകമാണ് എന്നതും എടുത്തു പറയണം. ഈ മേഖലയെ സാങ്കേതികമായി വികസിപ്പിക്കുന്നതിലും മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും ഉൾപ്പെടെയുള്ള സ്വകാര്യ ആഭ്യന്തര നിർമ്മാതാക്കളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രതിരോധ സേനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പൊതുമേഖല, സ്വകാര്യ മേഖല, MSME-കൾ എന്നിവയുടെ ആഭ്യന്തര പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപാദനം അണിനിരത്തുന്ന ഒരു സംവിധാനത്തെയാണ് ഈ പ്രതിരോധ ഇടനാഴി സൂചിപ്പിക്കുന്നത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഉദാരമാക്കുന്നത് ഉൾപ്പെടെ പ്രതിരോധ ഉൽപാദനത്തിൽ സർക്കാർ ഇപ്പോൾ സ്വകാര്യ നിക്ഷേപം തുറന്നിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും 2.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രതിരോധ വ്യവസായ ഇടനാഴിക്ക് കഴിയും. ചൈനയും പാകിസ്ഥാനും ശത്രുക്കളായിരിക്കെ ഇന്ത്യയുടെ സായുധ സേനയെ കൂടുതൽ നവീകരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പരിഷ്കാര വേളയിൽ തന്നെയാണ് നമ്മൾ. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരനാണ് ഇന്ത്യ. പ്രതിവർഷം ശരാശരി $3.6 ബില്യൺ ചിലവഴിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന്റെയും ചൈനയുടെയും സംയുക്ത ഇറക്കുമതിയേക്കാൾ കൂടുതലാണ്. പക്ഷേ ആത്മനിർഭർ ഭാരതിലൂന്നി സ്വാശ്രയത്വത്തിന് വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ഇന്ത്യ കൊടുക്കുന്നത്. ഒരുപാട് പരിഷ്കാരങ്ങൾ ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറക്കുമതി കുറച്ചുകൊണ്ട് കയറ്റുമതി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇന്ത്യ ഇപ്പോഴുള്ളത്. അതിൽ ഒരുപാട് പടവുകൾ നമ്മുടെ രാജ്യം താണ്ടിയിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മേഖല കൂടുതൽ കരുത്താർജിക്കേണ്ട, പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. ആഗോള സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടുതൽ ശക്തി കൈവരിക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്.